ചമ്മന്തിയിലൊന്നുണ്ട് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് കായ ബജി, നമ്മളെ പച്ച കായ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കൊരു അടിപൊളി കായ ബജി നമുക്കിവിടെ തയ്യാറാക്കാം. അതിൽ ചിലവരൊക്കെ തോല് കളയാറുണ്ട്. നമ്മളിവിടെ തോല് കളയാതെയാണ് തയ്യാറാക്കുന്നത്. ഫുള്ള് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/4 കിലോ കടലപ്പൊടി വാങ്ങിയിട്ടുണ്ട്, അത് ഇതിലിട്ട് കൊടുക്കാം. ഫസ്റ്റായിട്ട് കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം കൂടി പോകരുത്, നമ്മളെ ഇത് കോട്ട് ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഈ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ ഗൈസ്, നമ്മളത് ആ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കായ എടുത്തിട്ട് ഇതേപോലെ നല്ലൊന്ന് മുക്കിയെടുക്കുക, അങ്ങനെ ഇട്ട് കൊടുക്കുക, കണ്ടിട്ട് കൊടുക്കട്ടോ. നമ്മളിതാ കായ ബജൊക്കെ ഏകദേശം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കളറൊക്കെ ഏകദേശം ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി. അപ്പോൾ നമ്മളെ കായ ബജൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മളെ കായ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളെ ഈ ബജ്ജൊക്കെ ഏകദേശം വേവുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു അടിപൊളി ചമ്മന്തി ഇവിടെ തയ്യാറാക്കി എടുക്കാം. ആദ്യം സവാള ഒന്നുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, അപ്പോൾ അതിൽ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി വെച്ചിട്ടുള്ള തക്കാളി അതും കൂടി ഇതിലിട്ടിട്ടുണ്ട്. മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇതിൻ്റെ ഏകദേശം ഒരു പച്ചപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ നല്ല അടിപൊളിയായിട്ട് കായ ബജി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ലൊരു ചാറ്റൽ മഴയൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ കായ ബജിയും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ കായ ബജി എടുത്തിട്ട് വരുക, നമ്മളെ ചമ്മന്തിയിലൊന്നുണ്ട് മുക്കുക, കണ്ടില്ലേ? മയോണീസും വേണ്ട, സോസും വേണ്ട, ഈ ഒരു ചമ്മന്തിയും കായ ബജിയും നമ്മൾ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി നോക്കി. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ ചമ്മന്തിയും കായ ബജിയും വേറെ ലെവൽ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടോ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.